അധികം വെറും തെറ്റായത് അങ്ങനെ കാണിക്കുന്നവരോട് എനിക്ക് പുച്ഛഭാവം മാത്രമേ ഉള്ളൂ. ഓക്കെ. അവർ ആ റൂമിനിട്ടേക്കണ പേര് ശവക്കല്ലറ അല്ലെങ്കിൽ ഖബർന്നാണ്. അതായത് ഉറങ്ങാനുള്ളവർ മാത്രമാണ് ആ റൂമിലോട്ട്. സമയം എന്ന് പറയണതിന് ഒരു പ്രൈസ് ഉണ്ട് കേട്ടോ. കാര്യം ചിലവർ ചില കാര്യങ്ങൾ ചെയ്യണ കാണാം. ഹായ് ഫ്രണ്ട്സ്, അബീസ്വിക്കയുടെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ UK വന്നിട്ട് കുറച്ച് പേര് ലാഭത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത്ര കാശ് ലാഭം ഉണ്ടായി. ഞാനിപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓൾ ഓവർ ദ UK ട്രാവൽ ചെയ്തു. വീഡിയോ കാണുമ്പം ഇത് നിങ്ങളെ പറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നു പോയിട്ടാണ് ഇവൻ ഈ വീഡിയോ ചെയ്യണത്, നമ്മൾ തന്നെ ഇവന് നിൽക്കാൻ സ്ഥലം കൊടുത്തു എന്നിട്ട് ഇവൻ നമ്മളെ തന്നെ പറ്റിയാണ് പറയണത്, അങ്ങനെയുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊന്നും വേണം കേട്ടോ. കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇത് എന്നോട് തന്നെ ഞാൻ ചെയ്യണ ഒരു തെറ്റാവും. ശരിയും തെറ്റും എനിക്ക് ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ടോപ്പിക്ക് ഇത്രേ ഉള്ളൂ: ലാഭം. ആരാണ് UK ലാഭം ഉണ്ടാക്കുന്നത്? ഞാൻ ചില സ്റ്റുഡൻസിൻ്റെ അടുത്തേക്കും പോകുമ്പോൾ സ്റ്റുഡൻസ് നിൽക്കണ കാണുമ്പം ഒരു റൂമിൽ 6 പേര് 7 പേര് അങ്ങനെയൊക്കെ നിൽക്കണ കാണാറുണ്ട്. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോ നമ്മൾ ഈ വീട് മൊത്തത്തിലാണ് എടുത്തേക്കണത്, അപ്പോൾ നമുക്ക് ആൾ കൂടുമ്പം നമുക്ക് ഇത്രയും കാശ് ഷെയർ ചെയ്താൽ മതി. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് 400 കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ 200. ഞാൻ ആ റൂമിൽ പോയി കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും പറയണം, ആരും ഇത് പേഴ്സണലി എടുക്കരുത്. നിങ്ങൾ നന്നായി കാണണം, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ പറയണത്. ഇനി ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അപ്പോൾ ഞാൻ ആ റൂമിലേക്ക് കിടന്നിട്ട് രാവിലെ എണീറ്റ് പോകുമ്പം ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഒരാൾ ക്രോസ് കിടക്കുന്നുണ്ട്. നമ്മൾ കാലിൽ എങ്ങിയാണ് പോണത്. അപ്പം ഇതെല്ലാം സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വന്നവരാണ്. ഈവൻ ഒരു വർക്കറായിട്ട് വന്നവരാണെങ്കിൽ അത് ഞാൻ ഒരിക്കലും തെറ്റ് പറയൂല. സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വരുമ്പം അപ്പം ഞാൻ ഇവരോട് ഇങ്ങനെ ചുമ്മാ ചോദിക്കണം, അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളും എന്താ? നമ്മുടെ ഒരു അനിയൻ്റെ കൂട്ടുകാരന്മാരുടെ ഗ്യാങ് ആണിത്. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ, പ്രൊജക്റ്റ് അതിക്ക് അങ്ങനെ പോവും ബ്രോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പായിട്ടാണ് പോണത്. കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ എന്നും ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഒരു മേശപ്പുറത്ത് പോയി ഇരിക്കാൻ നോക്കിയിട്ട് അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. അതായത് 3 ദിവസമായ കുക്കർ വരെ, മറ്റേ ചോറൊക്കെ ഇങ്ങനെ വെന്തുരുകി പോയേക്കണ കുക്കർ വരെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണുമ്പം നമുക്ക് ഇതൊരിക്കലും ഈ ഈ ഉണ്ടാക്കണ ലാഭം ഒരിക്കലും ലാഭമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാര്യം ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ട് ഒരു വീട്ടിൽ, ഞാനും എൻ്റെ വൈഫും ഒരു ബാച്ചിലർ സ്റ്റുഡൻറ്റ് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ബെഡ്റൂമിൽ തന്നെ നമ്മൾ 2-3 മണിക്കൂർ ആ ഒരു ഭിത്തി അല്ലെങ്കിൽ ആ ഒരു ചുമര് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കുകയാണ്. നമ്മൾ കിച്ചണിൽ വരും, ഒരു ഹാളിൽ വരും. ഇതൊന്നും പാർട്ട് ഓഫ് ലക്ഷറി ലൈഫ് അല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെല്ലുമ്പോൾ പീസ് ഓഫ് മൈൻഡ്, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം കൊടുക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ഈ വീട്ടിലൊരു ഹാളുണ്ട്, അവിടെ വന്ന് ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കും. ഇന്ന് എന്ത് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നലെ കിട്ടിയ കണ്ടൻറ്റിനെ പറ്റി ചിന്തിക്കാം. ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമ്മൾ ഇരിക്കണതാണ്. അപ്പം സ്റ്റുഡൻസ് കാണുന്ന ഇതിക്കും ഒരു ലാഭമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ വേറൊരു റൂമിൽ പോയപ്പം തമാശക്കായിട്ട് അവൻ പറഞ്ഞ ഒരു കാര്യമാണ്, ബ്രോ 3 ബെഡ്റൂമുണ്ട്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രോ അത് ഖബറാന്ന് പറഞ്ഞു. അപ്പം ഖബർ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് മരിച്ചു കഴിഞ്ഞാൽ അടക്കണ സ്ഥലമാണ് ഖബർ. ക്രിസ്ത്യൻസ് ശവകുരിയുടോ അല്ലെങ്കിൽ ശവക്കല്ലറയോ അങ്ങനെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ റൂമിൽ ഒരിക്കലും ഒരു ലൈറ്റ് ഇടാറില്ലാന്ന്. അതായത് നൈറ്റ് ഷിഫ്റ്റ് വന്നവർ മോർണിംഗ് വന്ന് കിടക്കും, എന്നിട്ട് അവർ നൈറ്റ് ആകുമ്പോൾ വൈകുന്നേരം 5 മണിയാകുമ്പോൾ എണീറ്റ് പോകും. അപ്പോൾ അടുത്ത ആൾക്കാർ അവിടെ കിടക്കും. അപ്പം നമ്മൾ ഡോറ് തുറന്നപ്പം അമ്മമാർ തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് തിരിച്ചൊരു 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പം അവർ ആ റൂമിനിട്ടേക്കണ പേര് ശവക്കല്ലറ അല്ലെങ്കിൽ ഖബർന്നാണ്. അതായത് ഉറങ്ങാനുള്ളവർ മാത്രമാണ് ആ റൂമിലോട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഗൾഫിൽ ഞാൻ നിന്നപ്പം ഞാൻ നിന്നത് 12 പേരുടെയൊക്കെ റൂമിലാണ്. അവിടെയെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനല്ല പോയത്, ജോലി ചെയ്യണം. കറക്റ്റ് മാസാവസാനം ആകുമ്പം, അല്ലെങ്കിൽ ഗൾഫിൽ പോണ കൂടുതലും കുറച്ചുകൂടെ പ്രായം കൂടിയവരാണ്. ഇപ്പോഴൊക്കെയാണ് ചെറിയ തലമുറയ്ക്കും ഗൾഫിൽ പോയത്. പണ്ടൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാവരും ഗൾഫിൽ പോണവർ കൂടുതലും 35 വയസ്സ് കഴിഞ്ഞവർ, 45. അപ്പോൾ അവരങ്ങനത്തെ റൂമിൽ നിൽക്കണം. അവർക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഇവർ യൂണിവേഴ്സിറ്റി ശരിക്കും ആഴ്ചയിൽ 3 ദിവസമുള്ളൂ. എന്നാൽ തന്നെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇവരിപ്പോൾ ചെയ്യണ ഇവർക്കുടെ പ്രൊഫഷനിലല്ല വർക്ക് ചെയ്യണമെന്ന് ഓർത്തോ. അവർക്ക് പ്രൊഫഷനിലോട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് വർക്ക് ഹാർഡ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് വർക്കൗട്ട് ചെയ്യാനും അവർക്കൊരു സ്പേസ് വേണം. ശരിക്കും നമ്മൾ എവിടെയാണ് ലാഭം പിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പം വെളിയിൽ നിന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം സെറ്റ് ചെയ്യാൻ പറ്റും. ഈ കുക്കിങ്ങൊന്നും ഇവിടെ വരുമ്പോൾ ആരും ഒന്നും പഠിച്ചിട്ടല്ല, പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പം ഭയങ്കര ഓപ്പണായിട്ട് പറയാം. ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ ജോലി ഇല്ലാതിരുന്ന ഒരു 2 മാസം അല്ലാതെ അതിന് മുമ്പ് ഒരു 6 മാസം നോക്കിക്കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 2 മുട്ട പുഴുങ്ങിയത്, ഉച്ചയ്ക്ക് ഞങ്ങൾ സലാഡും ബ്രെഡിനകത്ത് സാൻഡ്വിച്ചൊക്കെ ആക്കിക്കൊണ്ട് വൈകുന്നേരം പോകുമ്പോൾ നന്നായിട്ട് കഴിക്കൊണ്ടു.
ഇതൊരു പിഷ്കത്തരമായിട്ടല്ല, പക്ഷേ ഇത് ഹെൽത്തി ഫുഡുമാണ്, ഇതിന് വലിയ റേറ്റും ആവണമില്ല. അവിടേക്കാണ് നമ്മൾ ലാഭം പിടിക്കേണ്ടത്. ചിലർ ലാഭം പിടിക്കാൻ വേണ്ടി ഒരേ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പം സമയം എന്ന് പറയണതിന് ഒരു പ്രൈസ് ഉണ്ട് കേട്ടോ. കാര്യം ചിലർ ചില കാര്യങ്ങൾ ചെയ്യണ കാണാം, ഈ സാധനം ഒരു സ്ഥലത്ത് നിന്ന് പോയി മേടിക്കും, എന്നിട്ട് അത് കറക്റ്റ് ദിവസമാകുമ്പോൾ അത് റിട്ടേൺ കൊണ്ട് കൊടുക്കാൻ പോകും. അപ്പം നമുക്ക് ആ കാശ് ലാഭമല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് മേടിക്കാൻ നീ ഒരു 3 മണിക്കൂർ എടുത്ത് അവിടം വരെ പോയി, ഇത് റിട്ടേൺ ചെയ്യാൻ സമയത്തിന് വില കൽപ്പിച്ചില്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ സമയം ഇല്ലാതെയാവും. ഈ പറയണ ഞാനും എൻ്റെ ഓരോ മിനിറ്റും നല്ല രീതിയിലൊന്നും അല്ല ഉപയോഗിക്കണത്. പക്ഷേ ഞാൻ പറയുകയാണ്. പിന്നെ ഇവിടെ വന്ന കുറച്ച് ആളുകൾ, ഒരു സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും കുറച്ചൊരു മെൻറ്റാലിറ്റി, ഇപ്പം ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി ഒരാളോട് ഒരു സിഗരറ്റ് ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് സിഗരറ്റ് കിട്ടും. പക്ഷെ നമ്മൾ ഒരാളോട് വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു 10 പൗണ്ടോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചില സ്ഥലത്തേക്ക് വർക്കിന് പോകും. ഞാനിപ്പോൾ ക്യാമറാമാനായിട്ട് വർക്കിന് പോകുന്നുണ്ട്. ഞാൻ വർക്കിന് പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, "ബാ ബ്രോ 2 അടിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വേണോ, എന്തെങ്കിലും വലിക്കാൻ വേണോ?" ആ രീതിയിൽ ചോദിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നു കഴിഞ്ഞാൽ ഇവർ നമ്മളങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നാണ് ഇവർക്കടെ ഒരു ചിന്താഗതി. ഓക്കെ, അപ്പം ഞാനൊരു വീഡിയോ കുറച്ചുകൂടി എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഫോട്ടോ കുറച്ചെടുക്കും. അധികം വെറും തെറ്റായത് അങ്ങനെ കാണിക്കുന്നവരോട് എനിക്ക് പുച്ഛഭാവം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് എന്നോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്ന് ഞാനത് ആ സിഗരറ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ ആ കള്ള് കുടിക്കുകയോ അല്ലെങ്കിൽ ചെയ്തിട്ട് ഞാൻ അതിനുള്ള എന്തെങ്കിലും ചെയ്തു കൊടുത്തേനെ. പക്ഷേ ഇന്നിത് കാണിക്കണ കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ ഒരു പുച്ഛഭാവമാണ് എനിക്കുള്ളൂ. നിങ്ങളൊരു ദിവസം 2 മണിക്കൂർ, അല്ലെങ്കിൽ ഇപ്പോൾ തുടക്കത്തിലൊന്നും അത്രയും പറ്റൂലായിരിക്കും, ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്കായിട്ട് ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് യുകെയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം യുകെ എന്ന് പറയണ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കാര്യം ILRും PRും ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളും അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് മടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അത് ചെയ്യണ്ട. അപ്പോൾ ഇനി വരുന്നത് വരട്ടെ. ഓക്കെ, പക്ഷേ ഇവിടെ നിൽക്കണവർക്ക് കാശുണ്ടാക്കാം കേട്ടോ. ഒരു വർഷം ഇരുന്ന് പഠിച്ച് ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിലും എല്ലാം നമ്മൾ പഠിച്ച് നോട്ട് എഴുതിയാണ് നമ്മൾ ചെയ്യണത്. ഇതാരും നമുക്ക് പറഞ്ഞു തരില്ല കേട്ടോ. നമ്മളായിട്ട് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെയാണ് മെച്ചമുള്ളൂ. അല്ലാതെ ഒരാൾ പറഞ്ഞു വന്ന് നമ്മളിത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വരുമ്പം എല്ലാവർക്കുടെയും കയ്യിൽ ഐഫോണും കാര്യങ്ങളും, പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ മോൺസോയിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് എടുക്കാം, സ്ലാബ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ പലതും എടുക്കാം. പക്ഷേ ആ കാശിക്ക് നമ്മൾ എന്താണ് ചെയ്യണം? നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. കാര്യം ഞാൻ ഈ അടുത്ത് ഒത്തിരി സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്കടുത്തേക്കും ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവർക്കില്ല. ഇതെനിക്കുള്ളതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി പറയണില്ല. അപ്പം പക്ഷേ ഇത് എടുക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ അവർക്കും പറയണ ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ബ്രോ 1 മണിക്കൂറിന് 45 പൗണ്ടല്ലേ, 2 മണിക്കൂറിന് 90 അല്ലേ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഈ കാശ് എടുക്കും? അപ്പോൾ ഞാൻ പറയും, എടാ നിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്നാ 16 പ്രോ, നീ ഇട്ടേണ ഷൂവിന് എത്രയുണ്ട്, 120 പൗണ്ട്. ബ്രോ അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡും പിന്നെ മോൺസോയിൽ ഫ്ലെക്സും അങ്ങനെയൊക്കെ എടുത്തിട്ടല്ലേ. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വെച്ച് നിനക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് പഠിച്ചാൽ എന്താ കാര്യം? നമ്മൾ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ കൂടുതൽ നമ്മൾ വേറെയുള്ള പ്രൊഡക്റ്റിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ വൈഫിൻ്റെയൊക്കെ ഫസ്റ്റ് ജോലി പോകാനുള്ള കാരണം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ. അതുപോലെ എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും തന്നെ പേര് പറയണില്ല, ഇനി അവർക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യേണ്ട, അവൻ്റെ വൈഫിന് ജോലി കിട്ടി. ജോലി കിട്ടാനുള്ള മെയിൻ കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ജോലിക്ക് കയറിയത്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പം അവർ ക്രോസ് ചെക്ക് ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഇല്ല. അപ്പോൾ തന്നെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയും ചെയ്തു. അപ്പം നമ്മൾ വേറെ പ്രൊഡക്ട്സിലോട്ട് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതിയതായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ എനിക്ക് 1600 ടു 2000 പൗണ്ടായി. പക്ഷേ ഞാനതൊരു അതിന് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഷോർട്ട് ടൈം കോഴ്സസ് എടുക്കാം, 100 പൗണ്ട് 150 പൗണ്ട്. ചിലവരോട് ഇപ്പം ഞാൻ പല വീഡിയോയിലും പല കോഴ്സുകളെയൊക്കെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രോ 150 പൗണ്ടല്ലേ, അതൊക്കെ നമ്മളെയും കൊണ്ട് ഇപ്പോൾ താങ്ങൂല. പക്ഷെ ഇവർ നമ്മുടെ കൺമുമ്പിൽ വേറെ രീതിയിൽ ചിലവാകണ കാണുമ്പം പിന്നെ നമുക്ക് അവരോട് വലിയ സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളോ തോന്നാറില്ല. ഇതൊക്കെ എന്താ ഇങ്ങനെ തന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ എല്ലാവർക്കിടയിലും പെട്ടിക്കണക്കിന് കാശൊന്നും ആയിട്ട് വന്നിട്ടൊന്നും അല്ല എല്ലാവരും വേറെ കോഴ്സ് എടുക്കുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് പോണതും. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ, നിങ്ങളിപ്പോൾ 2 ആഴ്ച മുമ്പ് ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ വീഡിയോ കണ്ടോന്ന് അറിയില്ല. എന്തോരം കഷ്ടപ്പെട്ടിട്ട് ആ ലൈസൻസ് എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രാഹുൽ 2 മാസം അവൻ്റെ വെയർഹൗസിലെ ജോലി പോക്ക് നിർത്തിയിട്ട് അവൻ 2 മാസം വീട്ടിലിരുന്നിട്ടാണ് കൂട്ടുകാരോടൊക്കെ ചെറിയ കാശ് കടം മേടിച്ചിട്ടാണ് അവൻ ഇൻ്റർവ്യൂവിന് വരെ പോയത്.
പക്ഷേ ഇന്ന് ദൈവം സഹായിച്ച് അവനൊരു കമ്പനിയിൽ സ്പോൺസർഷിപ്പും എല്ലാം ആയി കയറി. അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ എന്നെ വിളിച്ച് കുറച്ച് പേര് സങ്കടം പറയാറുണ്ട്. എനിക്ക് ഈ ജോലി കിട്ടിയിട്ടില്ല, ആ ജോലി കിട്ടിയില്ല. അപ്പം നിങ്ങൾ ഈ ജോലി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല. അതായത് കഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല, അന്ന് ഇവിടെ ഇരിക്കണ എടുക്കണം. അതാണ് മാസം എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, അതെനിക്ക് കളയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മുകളിലിരിക്കുന്ന എടുക്കണമെന്ന് ചെയ്യണം. അതൊന്നും നിങ്ങൾക്കാരും ഒന്നും ഇവിടെ ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. നിങ്ങളായിട്ട് 2 കൈയും പൊക്കി പണിയെടുത്താൽ തന്നെയാണ് നിങ്ങൾ ജയിക്കുകയുള്ളൂ. മനസ്സിലാക്കാൻ പറ്റണവർ മനസ്സിലാക്കുക. അപ്പം ഇതിന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണവർ ഒന്ന് കമൻറ്റിലിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കണ്ട കാര്യങ്ങളും കുറച്ച് ആളുകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലും ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ സോറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് യൂകെ ചാനൽ. ബൈ മച്ചാനെ.